വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ വനിതാ സംവരണ ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. സഭ തുടങ്ങിയതോടെ വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കാൻ സ്പീക്കർ നീക്കം നടത്തിയതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവരോട് സീറ്റിലിരിക്കാൻ സ്പീക്കർ നിർദ്ദേശം നൽകി. അതിനിടെ അന്തരിച്ച ഗായിക ആശാ ഭോസ്ലെയ്ക്കും അന്തരിച്ച മുൻ അംഗങ്ങൾക്കും സഭ ആദരാഞ്ജലി അർപ്പിച്ചു. ശേഷം സഭാ നടപടികൾ തുടങ്ങിയെങ്കിലും ബില്ലിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ബില്ലിനോട് സഹകരിക്കേണ്ടെന്നാണ് പ്രതിപക്ഷ തീരുമാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ. സിംഗിൾ ഡാൻസ് കളിക്കാൻ ആരും ശ്രമിക്കേണ്ടെന്നും വെറുതെ ജനങ്ങളെ കൊണ്ട് മോശം അഭിപ്രായം പറയിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പാർട്ടിക്കുള്ളിൽ നടപടിക്രമങ്ങളുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും വ്യക്തികളെ ഉയർത്തിക്കാട്ടുന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: സംഘനൃത്തം ചെയ്യുന്നതിനിടയിൽ ഒരാൾ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചാൽ ശരിയാകില്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒച്ച വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നടക്കും, കെ മുരളീധരൻ പറഞ്ഞു. ഇറാനിൽ 45 ദിവസത്തോളമായി കപ്പലിൽ കുടുങ്ങിയ ആലപ്പുഴ സ്വദേശി നാട്ടിലേക്ക് മടങ്ങാനാവാതെ ഇറാനിൽ മകൻ കുടുങ്ങിക്കിടക്കുന്നതായി കുടുംബം. ഇറാനിയൻ കപ്പലിൽ എഞ്ചിൻ ടെക്നീഷ്യനായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജെറിൻ ജോർജാണ് ഇറാനിൽ കുടുങ്ങിയത്. മകനെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. മകൻ വളരെ പ്രയാസത്തിലാണ് അവിടെ കഴിയുന്നതെന്ന് കുടുംബം പറയുന്നു. 45 ദിവസമായി ജെറിൻ ഉൾപ്പെടെ 12 മലയാളികൾ വിവിധ കപ്പലുകളിലായി ഇറാനിലെ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. കൊണ്ടുപോയ ഏജൻസിയോ കപ്പൽ കമ്പനിയോ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നും വേണ്ട ഇടപെടൽ നടത്തി ജെറിൻ ഉൾപ്പെടെ മറ്റുള്ളവരെ നാട്ടിലെത്തിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പീഡനക്കേസിൽ IT വ്യവസായി വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം നൽകിയ സുപ്രീം കോടതി കർശന നിബന്ധനകളോടുകൂടിയാണ് ജാമ്യം നൽകിയത്. അതിജീവതയെ സ്വാധീനിക്കാൻ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി വിധി പറയാനായി മാറ്റിവെക്കുകയായിരുന്നു. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ഗുണ്ടുപൊട്ടി യുവാവ് മരിച്ചു. വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന ഗുണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വെള്ളപ്പാന്തൊടി സ്വദേശി ദിലീപാണ് മരിച്ചത്. പൊള്ളലേറ്റ ഉടൻ തന്നെ ദിലീപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. മറ്റൊരു സംഭവത്തിൽ കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 16 വയസ്സുകാരൻ ഇന്നലെ മരണപ്പെട്ടിരുന്നു. അദ്വൈത് എന്ന വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരണപ്പെട്ടത്. വീടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം വിഷു ആഘോഷത്തിനായി പടക്കം പൊട്ടിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്.